ഞാൻ അങ്ങനെയാണ് ഇത്രമേൽ ശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധത്തെ ആരാധനക്കർഹനായി എന്റെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചോദിക്കാനും പറയാനും സർവശക്തൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു വലിയ ബോധത്തെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരിലൂടെയും പഠിപ്പിക്കപ്പെട്ട അതിമഹത്തായ ഒരു സന്ദേശത്തെ അതെങ്ങനെയാണ് എൻ്റെ മനസ്സിനകത്തേക്ക്, എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഞാൻ സ്വാംശീകരിച്ചെടുത്തത് എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും തനിച്ചിരിക്കുമ്പോൾ നാം നമ്മളോട് ചോദിക്കണം. നമുക്കാരോടാണ് അതിന് കടപ്പാടുള്ളത്? 1000 രൂപ ചെക്കെഴുതി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് എൻ്റെ ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് നന്ദി പറയും. ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ 500 രൂപയുടെ കുപ്പായം കൊണ്ടുവന്നിട്ട് സമ്മാനം നൽകിയാൽ നിങ്ങൾ എന്നോട് അതിന് നന്ദി രേഖപ്പെടുത്തും. ഞാൻ ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അല്ലാഹുവേ റബ്ബേ എൻ്റെ മനസ്സിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, ഒരു പക്ഷേ സ്വന്തം ഉമ്മക്കില്ലാത്ത, സ്വന്തം വാപ്പക്കില്ലാത്ത, കുടുംബത്തിൽ 100 കണക്കിന് ആളുകൾക്കില്ലാത്ത, എൻ്റെ നാട്ടിലെ 10,000 മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ആശയം എൻ്റെ മനസ്സിനകത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആഴത്തിൽ അവഗാഹത്തിൽ പഠനം നടത്തിയ ഒരു മഹാപണ്ഡിതനൊന്നുമല്ല ഞാൻ. എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവർ കേരളത്തിൽ ശിർക്ക് ചെയ്യുന്നവരായി, എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായി കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞാനൊരു വലിയ സമ്പന്നനൊന്നുമല്ല. അതിസമ്പന്നരായ നിന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന അനേകായിരം ആളുകൾ കേരളത്തിൽ ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവർ കേരളത്തിലുണ്ട്. അള്ളാഹുവേ, ഞാൻ അത്ര പ്രഗത്ഭനായ കേരളത്തിലെ ഒരു വലിയ അറിയപ്പെട്ട, ഏറെ പേരും പ്രശസ്തിയും പ്രസിദ്ധിയുമുള്ള ഒരു വലിയ മനുഷ്യനൊന്നുമല്ല ഞാൻ. എന്നേക്കാൾ പ്രഗത്ഭരായ, പ്രസിദ്ധരായ, പ്രശസ്തരായ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അവർക്ക് ശിർക്കുണ്ട്, അവർക്ക് കുഫറുണ്ട്, അവർക്ക് ബഹുദൈവാരാധനയുണ്ട്. നിന്റെ ശാപകോമങ്ങൾക്ക് മരണം മാത്രമാണ് അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. മരണപ്പെട്ട് നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ നീ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നീ അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയെന്ന് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്ന 10,000 ആളുകളെ കേരളത്തിൽ കാണുന്നുണ്ട്. നീ പറഞ്ഞ പരലോകത്ത് വരുമ്പോ സ്വർഗം നിഷിദ്ധമാണ് എന്ന് നീ പഠിപ്പിച്ച 10,000 ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ഏറെ ആദരണീയരായ സംഘടനാ നേതാക്കളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, കാരുണ്യവാനും സർവശക്തനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്ന ഒരു വലിയ ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന ഉറുവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി എൻ്റെ ഗോത്രത്തെയും കുടുംബങ്ങളെയും എൻ്റെ നാട്ടുകാരെയും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫിയോട് പറഞ്ഞു, താങ്കൾ പോകരുത്. താങ്കളുടെ കുടുംബവും നാട്ടുകാരുമെല്ലാം ചേർന്ന് താങ്കളെ കൊന്നുകളയും. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഈ സമയത്ത് തനിച്ച് പോകരുത് എന്ന് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയുണ്ടായി. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് എൻ്റെ നാട്ടിലേക്ക് പോകുന്നത്.
ഞാൻ എൻ്റെ നാട്ടിലെ ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരിക്കലും എൻ്റെ നാട്ടുകാർ, എൻ്റെ കുടുംബങ്ങൾ എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയെ. അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി ദിവസങ്ങൾ കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വാർത്ത എത്തുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ വാർത്ത, തൻ്റെ നാട്ടിലെത്തിയ ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് ആ മനുഷ്യൻ ക്ഷണിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും കുടുംബങ്ങളും ബന്ധുക്കളും ചുറ്റും വളഞ്ഞ് അദ്ദേഹത്തെ അമ്പെയ്തു കൊന്നുകളഞ്ഞു എന്ന വാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ ഒരാളും ആത്മാർത്ഥമായാണ്, സത്യസന്ധമായാണ്, ഇഖ്ലാസോടുകൂടെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ വളരെ സുഗമമായ ഒരു പാത ലോകത്ത് ഒരു പ്രബോധകന്റെ മുമ്പിലും വിധാനിക്കപ്പെട്ടിട്ടില്ല എന്നത് ലോകത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. വ്യക്തി എന്ന നിലക്കാണെങ്കിലും സംഘടന എന്നുള്ള രീതിയിലാണെങ്കിലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ബോധ്യത്തോടുകൂടെയാണ്, ആ രീതിയിലുള്ള അറിവോടുകൂടെയാണ്, ദൃഢനിശ്ചയത്തോടുകൂടെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ മനസ്സിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ബോധമുണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയുടെ മുന്നിൽപ്പെട്ടാലും എത്ര വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ശിർക്ക് ചെയ്യില്ല, ബഹുദൈവാരാധനയുടെ ഭാഗമാകില്ല എന്ന കറകളഞ്ഞ കടുത്ത കർക്കശമായ ഒരു തീരുമാനം നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ ആ ബോധത്തെയാണ് ആദർശബോധം എന്ന് ഞാനും നിങ്ങളും പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം തനിച്ചിരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വേളയിൽ വളരെ ആത്മാർത്ഥമായി അവനവന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എങ്ങനെയാണ് ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന്. എൻ്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉള്ളപ്പോൾ, എൻ്റെ നാട്ടിൽ സൃഷ്ടികളെ പൂജിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ എൻ്റെ ചുറ്റുപാടുകളിലും എൻ്റെ പരിസരങ്ങളിലും ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ബഹുദൈവാരാധന നിറഞ്ഞാടി നിൽക്കുന്ന ഒരു ലോകത്ത് എൻ്റെ മനസ്സിനകത്തേക്ക് എങ്ങനെയാണ് കറകളഞ്ഞ സംശുദ്ധമായ ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു ബോധം എൻ്റെ മനസ്സിനകത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് ആരോടാണ് കടപ്പാടുള്ളത്? ഞാൻ എങ്ങനെയാണ് ഇത്രമേൽ ശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധത്തെ ആരാധനക്കർഹനായി എൻ്റെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചോദിക്കാനും പറയാനും സർവശക്തൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു വലിയ ബോധത്തെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരിലൂടെയും പഠിപ്പിക്കപ്പെട്ട അതിമഹത്തായ ഒരു സന്ദേശത്തെ അതെങ്ങനെയാണ് എൻ്റെ മനസ്സിനകത്തേക്ക്, എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഞാൻ സ്വാംശീകരിച്ചെടുത്തത് എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും തനിച്ചിരിക്കുമ്പോൾ നാം നമ്മളോട് ചോദിക്കണം. നമുക്കാരോടാണ് അതിന് കടപ്പാടുള്ളത്? 1000 രൂപ ചെക്കെഴുതി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് എൻ്റെ ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് നന്ദി പറയും. ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ 500 രൂപയുടെ കുപ്പായം കൊണ്ടുവന്നിട്ട് സമ്മാനം നൽകിയാൽ നിങ്ങൾ എന്നോട് അതിന് നന്ദി രേഖപ്പെടുത്തും. ഞാൻ ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അല്ലാഹുവേ റബ്ബേ എൻ്റെ മനസ്സിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, ഒരു പക്ഷേ സ്വന്തം ഉമ്മക്കില്ലാത്ത, സ്വന്തം വാപ്പക്കില്ലാത്ത, കുടുംബത്തിൽ നൂറുകണക്കിന് ആളുകൾക്കില്ലാത്ത, എൻ്റെ നാട്ടിലെ 10,000-കണക്കിന് മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ആശയം എൻ്റെ മനസ്സിനകത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആഴത്തിൽ അവഗാഹത്തിൽ പഠനം നടത്തിയ ഒരു മഹാപണ്ഡിതനൊന്നുമല്ല ഞാൻ. എൻ്റെക്കാൾ പാണ്ഡിത്യമുള്ളവർ കേരളത്തിൽ ശിർക്ക് ചെയ്യുന്നവരായി
എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായി കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞാനൊരു വലിയ സമ്പന്നനൊന്നുമല്ല. അതിസമ്പന്നരായ നിന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന അനേകായിരം ആളുകൾ കേരളത്തിൽ ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവർ കേരളത്തിലുണ്ട്. അള്ളാഹുവേ, ഞാൻ അത്ര പ്രഗത്ഭനായ കേരളത്തിലെ ഒരു വലിയ അറിയപ്പെട്ട ഏറെ പേരും പ്രശസ്തിയും പ്രസിദ്ധിയുമുള്ള ഒരു വലിയ മനുഷ്യനൊന്നുമല്ല ഞാൻ. എന്നേക്കാൾ പ്രഗത്ഭരായ, പ്രസിദ്ധരായ, പ്രശസ്തരായ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അവർക്ക് ശിർക്കുണ്ട്, അവർക്ക് കുഫറുണ്ട്, അവർക്ക് ബഹുദൈവാരാധനയുണ്ട്. നിന്റെ ശാപകോപങ്ങൾക്ക് മരണം മാത്രമാണ് അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. മരണപ്പെട്ട് നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ നീ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നീ അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയെന്ന് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്ന 10,000-കണക്കിന് ആളുകളെ കേരളത്തിൽ കാണുന്നുണ്ട്. നീ പറഞ്ഞ പരലോകത്ത് വരുമ്പോ സ്വർഗം നിഷിദ്ധമാണ് എന്ന് നീ പഠിപ്പിച്ച 10,000-കണക്കിന് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. എൻ്റെ ജീവിതത്തിൽ മാരകമായ രോഗം വരുമ്പോ ഞാൻ എൻ്റെ റബ്ബേ എന്നല്ലാതെ ഞാൻ വിളിച്ചിട്ടില്ല. വലിയ കടബാധ്യതകളുടെ മുമ്പിൽ പെടുമ്പോ നാഥ റബ്ബേ എന്നല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ചെറിയ കുട്ടി മരണപ്പെട്ടു പോയപ്പോ എൻ്റെ റബ്ബേ എന്നല്ലാതെ എൻ്റെ കൈകൾ ഉയർത്തി മറ്റൊരുത്തന്റെ മുമ്പിലും അല്ലാഹുവേ ഞാൻ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ വേദനകളോ എൻ്റെ യാതനകളോ ഞാൻ ഒരാളോടും പങ്കുവച്ചിട്ടില്ല. എൻ്റെ മനസ്സിനകത്ത് കറകളഞ്ഞ വിശ്വാസമുണ്ട്. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകൻ, ലോകത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹുവേ നീ പറഞ്ഞയച്ച പ്രവാചകൻ മക്കയിലെ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിച്ച കളങ്കമില്ലാത്ത തൗഹീദില്ലേ, അതാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. സ്വഹാബത്തിനെ റസൂല് പഠിപ്പിച്ച തൗഹീദില്ലേ, തൗഹീദ് ഉണ്ടാകാൻ വേണ്ടി ബദർ യുദ്ധം നടന്നില്ലേ, തൗഹീദ് ഉണ്ടാകാൻ വേണ്ടി ഉഹദ് നടന്നില്ലേ, ഖന്തക്കും ഖൈബറും ഉണ്ടായില്ലേ. ആ തൗഹീദാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നാഥ റബ്ബേ എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ എന്താണ്, എന്ത് കടപ്പാടാണ്, ആരോടാണ്, എന്ത് കൃതജ്ഞതയാണ് ഞാൻ രേഖപ്പെടുത്തേണ്ടത്? അവിടെയാണ് എനിക്ക് നിങ്ങളോട് മിനിറ്റുകൾ സംസാരിക്കാനുള്ളത്. ആരോടാണ് കടപ്പാട് രേഖപ്പെടുത്തേണ്ടത്? എൻ്റെ ഉറപ്പാണ്, എന്നേക്കാൾ വലിയ ഉറപ്പോടുകൂടെയാണ് നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നത്. ശിർക്ക് ചെയ്യുന്നവൻ നാളെ പരലോകത്ത് മരിച്ചാൽ, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ അയാൾ പോവുക മാരകമായ നരകശിക്ഷയിലേക്കാണ് എന്നുറപ്പുള്ളവരാണ് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും. എൻ്റെ ചോദ്യം, എന്നോടുള്ള എൻ്റെ ചോദ്യം, എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരോടുമുള്ള എൻ്റെ വിനീതമായ ചോദ്യം, എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ രക്ഷപ്പെടുത്താൻ? 10,000-കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാം ഏത് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയാലാണ്, ഏത് പ്രസ്ഥാനത്തിൽ നമ്മൾ സജീവമായാലാണ്, എന്ത് പ്രവർത്തനം ഏറ്റെടുത്താലാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ ശുദ്ധമായ തൗഹീദ് സ്വാധീനിക്കപ്പെട്ടതുപോലെ ഇനി ഒരാളുടെ കൂടി മനസ്സിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക? അതിനെന്ത് ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? അതിനേത് പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടത്? മടിച്ചു നിൽക്കരുത്. ആരുടെയെങ്കിലും കത്ത് വരുമെന്ന് കരുതിയിട്ട്, ആരുടെയെങ്കിലും വാട്സപ്പ് മെസ്സേജിനെ കാത്ത്, ആരുടെയെങ്കിലും സംഘടനാ മീറ്റിംഗിലുള്ള ചോദ്യത്തെ പ്രതീക്ഷിച്ച് ഇനിയൊരു പ്രബോധന പ്രവർത്തനത്തിന് നാളെ ഇറങ്ങിത്തിരിക്കാം എന്ന സാവകാശം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ, സ്വന്തം ശരീരത്തെ അപകടപ്പെടുത്തുമാറ് സങ്കടപ്പെട്ടു എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ചിട്ടില്ലേ? സ്വന്തം ശരീരത്തെ അപകടപ്പെടുത്തുമാറ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടു, വേദനിച്ചു, വലിയ ദുഃഖിതനായി അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചു. പരിശുദ്ധ ഖുർആനിൽ 18-ാമത്തെ അധ്യായം സൂറത്ത് കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് നമുക്കത് കൃത്യമായി വായിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ വേദനിച്ചത് എന്തിനാണ്? ഞാൻ എൻ്റെ
എൻ്റെ മക്കളെ ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രയാസങ്ങളിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉമ്മയെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വാപ്പയെ പറ്റി ചിന്തിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അയൽവാസികൾ മാനസിക ഭാരവും പ്രയാസവും നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ണ് നിറഞ്ഞ സമയങ്ങളും കൽബ് പടഞ്ഞ നേരങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനാണ് സങ്കടപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വേദനയാണ്, സങ്കടമാണ്. ഞാൻ ഇത് കൃത്യമായി ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്ര വ്യക്തമായി ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് ജനങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് നിരന്തരം ഞാൻ ക്ഷണിച്ചിട്ട് ഇല്ലയുമിനു, ഈ ആളുകളൊന്നും ഇത് കേൾക്കുന്നില്ലല്ലോ. അള്ളാഹുവേ, നാഥ, റബ്ബേ, ഇത് ആളുകൾ സ്വീകരിക്കുന്നില്ലല്ലോ. അവരെ പറ്റി ഓർത്തിട്ടാണ് വിശ്വാസം സ്വീകരിക്കാത്തവനെ, ബഹുദൈവാരാധന വലിച്ചെറിയാത്തവനെ, ശിർക്കിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ തയ്യാറാകാത്തവരെ കുറിച്ച് ഓർത്തോർത്തോർത്ത് സങ്കടപ്പെട്ട് വേദനിച്ച് ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ബാപ്പ ശിർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ വേദന തോന്നാത്തത്? സ്വന്തം വീട്ടിൽ ഭാര്യ ശിർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ സങ്കടം തോന്നാത്തത്? നമ്മുടെ അയൽപക്കത്ത് ശിർക്ക് നിറഞ്ഞ് കൊടികുത്തി വാണ് വലിയ വർണ്ണശബളിമമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ അതിങ്ങനെ വലിയ ആധിപത്യം നേടി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ISMന്റെ ചെറുപ്പക്കാരെ, നമുക്കെന്തേ സങ്കടം തോന്നാത്തത്? നമ്മുടെ മനസ്സിനകത്ത് സങ്കടങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കൽബുകൾ പെടഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കണ്ണുകൾ നനഞ്ഞു കുതിരണം. നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരു വലിയ ആവേശത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരാളെയെങ്കിലും എൻ്റെ ജീവിതകാലത്ത് 60 വയസ്സുവരെ അള്ളാഹുവേ എന്നെ നീ ജീവിക്കാൻ അനുവദിച്ചാൽ, അള്ളാഹുവേ നാഥ റബ്ബേ ഒരു 70 വയസ്സുവരെ എന്നെ നീ ജീവിക്കാൻ അനുവദിച്ചാൽ, എനിക്ക് അനുവദിക്കപ്പെടുന്ന ആയുസ് എത്രയോ ആ ആയുസിനിടയ്ക്ക് ഒരാളെയെങ്കിലും ഈ സദസ്സിന്റെ തീരുമാനമായി അത് മാറണം. ഈ സമ്മേളനത്തിന്റെ തീരുമാനമായി അത് മാറണം. എറണാകുളത്ത്, കൊച്ചിയിൽ, നമ്മുടെ ജില്ലയിൽ ഏത് പ്രദേശങ്ങളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി കൂട്ടം കൂട്ടമായി മനുഷ്യർ ജീവിക്കുന്നത്, നമ്മൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരുത്തനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താനാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അരക്കെട്ട് പിടിച്ച് രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആളുകൾ ഇങ്ങനെ നരകത്തിന്റെ വഴിയിലേക്ക്, അള്ളാഹുവിന്റെ ശാപകോപങ്ങളിലേക്ക് ഓടി ഒഴുകി പോകുമ്പോൾ ആളുകളുടെ അരക്കെട്ട് പിടിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആളുകളെ അരക്കെട്ട് പിടിച്ച് രക്ഷപ്പെടുത്താനാകണം. നമ്മുടെ ഒരു ആയുസ്സിനിടയ്ക്ക്, നമ്മുടെ ഒരു പുരുഷായുസ്സിനിടയ്ക്ക്, നമ്മുടെ ഒരു മനുഷ്യായുസ്സിനിടയ്ക്ക് ഒരു മനുഷ്യനെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു 100 ദിവസമാണ് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവനെ തേടി മംഗലാപുരത്ത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മംഗലാപുരത്ത് മണ്ണിനടിയിലാണോ ആ ചെറുപ്പക്കാരനുള്ളത് അതോ വെള്ളത്തിനടിയിലാണോ എന്നറിയാതെ തേടിത്തെരഞ്ഞ് 100 ദിവസം പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൂക്കിലേറ്റപ്പെടുമെന്ന് പറയുമ്പോൾ 48 മണിക്കൂറിന്റെ ഉള്ളിലാണ് 35 കോടി രൂപ കേരളം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ഒരു മനുഷ്യനെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊക്കെ സമാഹരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 6 മാസം പ്രായമുള്ള കുട്ടിക്ക് മാരകമായ രോഗമാണ്. 10 കോടിയോ 16 കോടിയോ ഒക്കെ വേണമെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സെക്കൻഡുകളെ കൊണ്ടാണ് അതിന്റെ പണം പിരിക്കുന്നത്. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ജീവന് നമ്മൾ കൊടുക്കുന്നൊരു വില, അതിൻ്റെ ഒരു പ്രാധാന്യം. 10,000-കണക്കിന് മനുഷ്യരാണ് അറിവില്ലായ്മ കൊണ്ട്, 10,000-കണക്കിന് മനുഷ്യരാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടാത്തത് കൊണ്ട്, 10,000-കണക്കിന് മനുഷ്യരാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച് കാണിച്ച നേർമാർഗത്തെ സിറാത്തുൽ മുസ്തഖീമിനെ മനസ്സിലാക്കാനാകാത്തത് കൊണ്ട് ശിർക്കിന്റെ വഴികളിലേക്ക്, അള്ളാഹുവിന്റെ ശാപകോപത്തിന്റെ ആ കേദാരത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നമ്മുടെ സ്വന്തം കുടുംബക്കാരുണ്ട്, നമ്മുടെ പരിചയക്കാരുണ്ട്,
കോവർക്കേഴ്സ്, കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, അയൽവാസികളുണ്ട്. നമ്മളോട് വലിയ പ്രിയവും നമ്മളോട് വലിയ ഇഷ്ടവും നമ്മളോട് വലിയ അടുപ്പവും ബന്ധവുമുള്ള അനേകം ആളുകളുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകരോട്, ഒരാളുടെ കൈ പിടിക്കണം. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൈ പിടിച്ചുകൊണ്ട് നീ അള്ളാഹുവിന്റെ ശാപത്തിലേക്ക് പോകരുത്, നീ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകരുത്. ഞാൻ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുമ്പോൾ സ്വർഗം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം എൻ്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എൻ്റെ മാർഗദർശനം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ആ സത്യ സന്ദേശത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്, ഞാൻ നിന്നെ വിളിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നതിലൂടെ, ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നതിലൂടെ, ഒരാളെ നമ്മൾ അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്നത്. നമ്മുടെ പ്രസ്ഥാനം രക്ഷാമാർഗം പഠിപ്പിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ്, രക്ഷാപ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും. ആർക്കും വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, ആരുടെയും കോളിന് വെയിറ്റ് ചെയ്യേണ്ടതില്ല, ആരുടെയെങ്കിലും മെസ്സേജ് വന്നിട്ടാകാം അടുത്തൊരു പ്രബോധന പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മുടെ മുൻഗാമികൾ പണിയെടുത്തതുപോലെ, കഷ്ടപ്പെട്ടതുപോലെ, അധ്വാനിച്ചതുപോലെ നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ മഹാസമ്മേളനം അതിനുള്ള ഒരു വലിയ ആവേശം നൽകുന്ന, നമുക്കുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് നമുക്ക് ഊർജം പകരുന്ന ഒരു മഹത്തായ സംഗമമായി അള്ളാഹു ഈ സമ്മേളനത്തെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഉള്ളുതട്ടി നാഥനോട്, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.